ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് മീൻ കറിയല്ല, മീൻ വറുത്താണ്. കിളിമീൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ മീൻ കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മീൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മീൻ വറുത്തം ഉണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടതായ കുറച്ച് റെസിപ്പീസും പിന്നെ എൻ്റേതായ കുറച്ച് റെസിപ്പീസും കൂടെ ചേർത്ത് ഒരു പ്രത്യേക തരം മീൻ വറുത്താണ് നമുക്ക് കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മീൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കുക. ഇങ്ങനെ കാണിച്ചു വെച്ചതിന് ശേഷം ഇതിൽ പറ്റേണ്ട പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒരു മസാലക്കൂട്ടുണ്ട്, ഒരു മസാല പേസ്റ്റ് ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടത്: വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചില്ലി പൗഡർ, പിന്നെ ഒരു സ്ലൈസ് നാരങ്ങ, പിന്നെ കറിവേപ്പില, മുളക് ഞാൻ പറഞ്ഞോളൂ അല്ലേ, മുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലേക്ക് ഇടുക. ഇതിടരുത്, ഇത് പിഴിഞ്ഞൊഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, സ്വല്പം. ഏകദേശം ആവശ്യത്തിന് ഉപ്പിടുക. സാൾട്ട് ടു ടേസ്റ്റ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വേറൊന്നുമില്ല, ഇത് അക്കെടുത്ത ശേഷം നേരെ മീനിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സാൾട്ടൊക്കെ ഇപ്പൊ ചെക്ക് ചെയ്യണ്ട കേട്ടോ. സാൾട്ട്, എരിവ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെക്ക് ചെയ്യണ്ടാവും. ഞാൻ ചെക്ക് ചെയ്തപ്പോ കുറച്ച് സാൾട്ട് കുറവായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ആ സാൾട്ട് ഞാനിപ്പോഴും ആടി കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എണ്ണയൊന്ന് ഇടൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മീൻ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണാം ഇവിടെ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. ആഹാ, അടിപൊളി, വെരി ഗുഡ്, സൂപ്പർ. കിട്ടില്ല, ഒരു പ്രാവശ്യം മറിച്ചിട്ടു. നമ്മുടെ അടിപൊളി സൂപ്പർ കിട്ടില്ല മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഉച്ചയൂണ് കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു, ഇനി ഒന്ന് മയങ്ങാം. അപ്പോഴൊരു കാര്യം ഓർത്താം, ഞാനൊരു സ്ഥിരം പറയുന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ വേറൊന്നുമില്ല, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ വീഡിയോയും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ എൻ്റെ 2020 ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതായിരിക്കും. അതും കൂടെ ചെയ്തേരെ. ഓക്കെ, അപ്പോൾ ബൈ.